ഇന്ന് നമ്മൾ മിനി ചിക്കൻ ഷവർമ പോക്കറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. സാധാരണ ഷവർമ കഴിക്കുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരുപാട് എണ്ണ ഇന്ന് യൂസ് ചെയ്യാത്തതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാനും പറ്റും. ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം ഇതിലേക്ക് വേണ്ട മിനി കുബൂസ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ 250 ml മെഷറിംഗ് കപ്പിന് 2.5 കപ്പ് അളവിൽ മൈദാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് പഞ്ചസാരയാണ്. അതൊരു 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് വേണം, അതൊരു 1/2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് അളവിൽ ചെറിയ ചൂടിലുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്, ഏറ്റവും ചെറിയ ചൂടിലുള്ള വെള്ളം. അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ്. സാധാരണ നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴച്ചെടുക്കാറില്ലേ, ആ ഒരു രീതിയിൽ നന്നായിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ ഈ ഡോ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. 1 കപ്പ് വെള്ളം 2.5 കപ്പ് മൈദാപ്പൊടിയൊക്കെ കറക്റ്റ് അളവാണ്. ഈ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ഡോ നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റോളം മാവ് കുഴച്ചെടുത്തപ്പോഴേക്കും മാവിലതാ നന്നായിട്ട് സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ടും ഒരല്പം സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 1/2 മണിക്കൂർ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിൽ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് 1-2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലില്ലാത്ത ചിക്കൻ പീസസ് ആണ്. അത് നമ്മളൊരു 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ പീസസ് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ അളവിൽ വിനീഗർ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വിനീഗർ ചേർത്ത് കൊടുത്താൽ ചിക്കൻ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരും. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ട് കുക്കായി വരുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ 1-2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മയോണൈസും കൂടെയാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 2 സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ചെറിയ പീസ് ക്യാബേജ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് സമയം വേണ്ട, ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഏത് മുളക് പൊടി വേണേലും ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡോ നന്നായിട്ട് പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിലെ എയറൊക്കെ ഒന്ന് കളയുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കുഴയ്ക്കുക. ശേഷം ഇത് നമുക്ക് ഈക്വൽ വലിപ്പത്തിലുള്ള 2 പീസായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് മൈദാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് 2 വശവും കൈ വെച്ചിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. ശേഷം നമുക്കിത് അത്യാവശ്യം വലിപ്പത്തിൽ ഇതൊന്ന് പരത്തിയെടുക്കാം. എത്രയ്ക്ക് വലിപ്പത്തിലാണോ നിങ്ങൾക്കിത് പരത്തിയെടുക്കാൻ പറ്റുക അത്രയ്ക്കും വലിപ്പത്തിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ശേഷം ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ നമ്മളിതുപോലെ ചെറിയ ചെറിയ കുബൂസ് പോലെ ഇത്രയും വലിപ്പത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കുബൂസായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ഏത് പാനിലാണോ ഇത് ചുട്ടെടുക്കുന്നത് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2-3 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുക. ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. സ്റ്റൗവിൽ വെച്ച് ഉടനെ തന്നെ ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് ഉടനെ തന്നെ ഇതുപോലെ നന്നായിട്ട് വീർത്ത് പൊങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ ആ സമയം നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കുബൂസ് ഫുള്ളായിട്ട് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. ഇനി ഇതിനകത്ത് സ്പ്രെഡ് ചെയ്യാനുള്ളൊരു സോസ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു ബൗളിൽ നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മയോണൈസ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക. ഇനി നമ്മുടെ മിനി കുബൂസ് ഒരെണ്ണം എടുക്കുക. ചുട്ട് വെച്ചിട്ടുള്ള മിനി കുബൂസ് ഒരെണ്ണം എടുത്തിട്ട് കത്തി വെച്ചിട്ട് ഇതിൻ്റെ പകുതി നമ്മൾ ഇതുപോലെ ഹാഫ് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു പോക്കറ്റ് പോലെയാണ് നമുക്ക് കിട്ടുക.
ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ അളവിൽ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സോസ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് തേച്ച് കൊടുക്കുക. ശേഷം ഒരു ക്യാബേജിൻ്റെ പീസ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിംഗ് ഇതിനകത്ത് ഇതുപോലെ ഒരു 3 ടീസ്പൂൺ അളവിൽ നിറയ്ക്കുകയാണ്. അപ്പോൾ ദാ ഈ ഒരു രീതിയിലാണ് ഇത് കിട്ടുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമാകുന്ന ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.